ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവം ഒരാത്മാവിനെ അനുഗ്രഹിക്കുന്നതിൻ്റെയും സ്വന്തമാക്കുന്നതിൻ്റെയും അടയാളമാണ് തൻ്റെ മധ്യസ്ഥ പ്രാർത്ഥന ദൗത്യത്തിൽ ആ വ്യക്തിയെ പങ്കാളിയാക്കുക എന്നുള്ളത്. നമുക്കറിയാം, തിന്മയ്ക്കെതിരെയുള്ള അതിശക്തമായ ആയുധമാണ് മധ്യസ്ഥ പ്രാർത്ഥന. ആത്മീയ ജീവിതത്തിൽ ദൈവജനത്തിൻ്റെ ഒരേയൊരു ശത്രു, പ്രഥമ ശത്രു സാത്താൻ മാത്രമാണ്. അവൻ ഒളിഞ്ഞിരുന്നുകൊണ്ട് മറ്റുള്ളവരെ ഉപകരണമാക്കുന്നു എന്നേ ഉള്ളൂ. വിശുദ്ധ ഫൗസ്റ്റീനയുടെ ജീവിതത്തിലൊരു സംഭവം ഇപ്രകാരം ഓർമ്മിപ്പിക്കുകയാണ്. വിശുദ്ധ ഫൗസ്റ്റീന എല്ലാ മാസത്തിലെ ആദ്യ വ്യാഴാഴ്ചകളിലും സഭയിൽ നടത്തി വരാറുള്ള ജാഗരണ പ്രാർത്ഥനയിൽ പങ്കെടുക്കുക പതിവായിരുന്നു. ഒരിക്കൽ രാത്രി 11 മണി മുതൽ 1 മണി വരെയുള്ള ദിവ്യകാരുണ്യ ആരാധനയിലും പ്രാർത്ഥനയിലും പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ കാരുണ്യം ലഭിക്കുകയില്ല എന്ന് പ്രത്യാശയിൽ നഷ്ടപ്പെട്ട് നിരാശയിൽ കഴിയുന്ന ആത്മാക്കൾക്ക് വേണ്ടി വിശുദ്ധ ഫൗസ്റ്റീന മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശു പ്രത്യക്ഷപ്പെട്ട് ഫൗസ്റ്റീനയോട് പ്രകാരം പറഞ്ഞു, മകളെ, നിന്റെ ഇപ്രകാരമുള്ള പരിഹാര മധ്യസ്ഥ പ്രാർത്ഥന എന്നെ ഒത്തിരിയേറെ സന്തോഷിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവർ, നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥനയിൽ യേശു ഒത്തിരിയേറെ സന്തോഷിക്കുന്നുണ്ട്. പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് വിശുദ്ധ ഫൗസ്റ്റീന മുറിയിലേക്ക് പോകുമ്പോൾ കറുത്ത ചെന്നായ്ക്കളുടെ രൂപത്തിൽ പിശാചികൾ അവളെ ആക്രമിക്കാനായി വരികയാണ്. അവളെ കടിച്ചു കീറാമെന്ന് വിചാരിച്ചുകൊണ്ട് ഈ പിശാചികൾ പിന്നാലെ പാഞ്ഞടുത്ത് വരുമ്പോൾ അതിലൊരെണ്ണം ഫൗസ്റ്റീനയോട് പ്രകാരം പറഞ്ഞു, നീ ഇന്ന് രാത്രി ഞങ്ങളുടെ കൈകളിൽ നിന്നും അനേകം ആത്മാക്കളെ തട്ടിയെടുത്തു രക്ഷപ്പെടുത്തി, അതുകൊണ്ട് ഞങ്ങൾ നിന്നെ കടിച്ച് കീറാൻ പോവുകയാണ്. വിശുദ്ധ ഫൗസ്റ്റീന അവരോട് പറഞ്ഞു, ദൈവത്തിൻ്റെ തിരിഹിതം അങ്ങനെയാണെങ്കിൽ അപ്രകാരമായിക്കൊള്ളട്ടെ, എന്നെ കടിച്ചു കീറിക്കൊള്ളുക. ദൈവം അനന്ത കാരുണ്യവാനും പരമപരിശുദ്ധനുമാണ്. ഞാൻ പാപികളിൽ മഹാപാപിനിയാണ്. ഇത് കേട്ടപ്പോൾ തന്നെ പിശാചുകൾ ഭയന്ന് പറിച്ചുകൊണ്ട് പറഞ്ഞു, അവൾ ഒറ്റയ്ക്കല്ല, സർവശക്തനായ യേശു അവളുടെ കൂടെയുണ്ട്, നമുക്ക് രക്ഷപ്പെടാമെന്ന് പറഞ്ഞുകൊണ്ട് പിശാചുകൾ അവളെ വിട്ടുപോയി. പ്രിയപ്പെട്ടവരെ, മധ്യസ്ഥ പ്രാർത്ഥനയുടെ ശക്തിയാൽ അനേകം ആത്മാക്കളെ വിശുദ്ധ ഫൗസ്റ്റീന സ്വർഗത്തിലേക്ക് രക്ഷപ്പെടുത്തി. പുറപ്പാടിൻ്റെ പുസ്തകം 17-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്, ഇസ്രായേൽ ജനവും അമലേക്കരുമായിട്ടുള്ള യുദ്ധത്തിൽ മോശയും അഹ്റോനും ഹൂറും ചേർന്ന് ഇസ്രായേൽ ജനത്തിന് വേണ്ടിയിട്ട് മലമുകളിൽ കരങ്ങൾ വിരിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴെല്ലാം ദൈവജനം ജയിച്ചുകൊണ്ടിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ തിന്മയ്ക്കെതിരെയുള്ള അതിശക്തമായ യുദ്ധത്തിൽ നമുക്ക് വിജയിക്കണമെങ്കിൽ നാം അതിശക്തമായി മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന കേട്ട് നമ്മളെ വിജയിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. ജോഷുവ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്, ജെറീക്കോ കോട്ട തകർക്കുന്നതിന് വേണ്ടി ദൈവം കൊടുത്ത നിർദ്ദേശമനുസരിച്ച് അവർ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ 7-ാം ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം പ്രാർത്ഥന കേട്ട് ജെറീക്കോ കോട്ട തകർത്ത് കളഞ്ഞു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ജെറീക്കോ കോട്ട പോലെ ഉയർന്നു നിൽക്കുന്ന വലിയ പ്രതിസന്ധികളെയും പ്രതിബന്ധങ്ങളെ തകർത്തെറിയുവാൻ ദൈവം നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥന കേട്ട് ഇറങ്ങി വരും. നമ്മുടെ പ്രശ്നങ്ങളെ, പ്രതിസന്ധികളെ തകർത്തെറിയും. പ്രിയപ്പെട്ടവരെ, നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ദൈവജനത്തിന് വേണ്ടിയിട്ട്, ഈ ലോകത്തിലേക്ക് ദൈവത്തിൻ്റെ കരുണയും കൃപയും ഒഴുക്കുന്നതിന് വേണ്ടിയിട്ട് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഒരു വരമാണ് മധ്യസ്ഥ പ്രാർത്ഥന. ദൈവത്തിൻ്റെ യേശുവിൻ്റെ പീഡാസഹനങ്ങളോടും കുരിശുമരണത്തോടും എല്ലാം ചേർന്ന് നിന്നുകൊണ്ട് അതിൻ്റെ അനന്ത യോഗ്യതയിൽ ആശ്രയിച്ചുകൊണ്ട് നാം നടത്തുന്ന യാചന പ്രാർത്ഥനയാണ് മധ്യസ്ഥ പ്രാർത്ഥന. ആ മധ്യസ്ഥ പ്രാർത്ഥനയിൽ അതിശക്തമായിട്ട് നമുക്ക് ആശ്രയിക്കാം. അനേകം ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട്, സഭയ്ക്ക് വേണ്ടിയിട്ട്, സമൂഹത്തിന് വേണ്ടി, നാം ആയിരിക്കുന്ന ദേശങ്ങളുടെ വിശദീകരണത്തിന് വേണ്ടിയിട്ട്, നമ്മുടെ പ്രത്യേകമായിട്ടുള്ള നിയോഗങ്ങൾക്ക് വേണ്ടിയിട്ടും ലോകസമാധാനത്തിന് വേണ്ടിയിട്ട് നമുക്ക് നിരന്തരം പ്രാർത്ഥിക്കാം. തീർച്ചയായും നമ്മുടെ പ്രാർത്ഥനകൾ കേട്ട് ദൈവം നമ്മളെ സഹായിക്കും, ഉത്തരം തരും. പരിശുദ്ധാത്മാവ് നമ്മളെല്ലാം സഹായിക്കട്ടെ, ശക്തിപ്പെടുത്തട്ടെ. ആമേൻ.